ഞങ്ങളീ പോകുന്ന പോക്ക് വന്നിറങ്ങിയ ഉടനെ ഒരു ബിരിയാണി സ്പെഷ്യൽ കഴിക്കാൻ പോകുന്ന ഒരു യാത്രയാണ്. ആ ബൈക്കിനെ പിന്തുടർന്ന് പോവുകയാണ്. ഇവിടെ എന്ത് നോക്കിയേ, നിക്കോയ് ദ്വീപിലെ കടകളുടെ സ്റ്റൈല് നോക്കി സെൽഫി എടുക്കാൻ കണക്കിട്ടുള്ള ഹോട്ട് ഓവൻ മിനി മാർക്കറ്റ്. അത് നമ്മൾ കയറാൻ പോകുന്ന ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി കഴിക്കാൻ. എന്താണ് ഹോട്ടൽ പോലെ തോന്നിയില്ല, പക്ഷേ നമുക്ക് സ്പെഷ്യൽ ബിരിയാണി കഴിക്കാം. എന്താ ബിരിയാണിയുടെ പേരെന്താണ്? ഫിയ. ഫിയ ബിരിയാണി അല്ലേ? കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. നിങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അറിയാം, അത് നിങ്ങൾ കഴിച്ചു. മോൻ കഴിച്ചിട്ടുണ്ടോ? ഫിയ കഴിച്ചിട്ടുണ്ട്. നമുക്ക് ഫിയ ബിരിയാണി, മിനിക്കോയ് ഫിയ ബിരിയാണി ഇങ്ങനെ നോക്കാം. മീനായിരിക്കും, ചിക്കൻ ആയിരിക്കും, എന്തായിരിക്കും? ചിക്കൻ വെറൈറ്റി കഴിക്കാൻ വേണ്ടി നമ്മളെല്ലാം കൂടി ഇങ്ങനെ വന്നിരിക്കുകയാണ്. നോക്കാം. അപ്പം ഫിയ ബിരിയാണിയുമായി ഞങ്ങൾ എങ്ങനെ വരും നോക്കാം. സ്പെഷ്യലാണോ? ഇവിടുത്തെ സ്പെഷ്യലാണോ? ആണല്ലോ, അടുത്താണല്ലോ. ഇവിടെ എത്ര ദൂരം വരും? അങ്ങനെയാണെങ്കിൽ അത്രേ ഉള്ളൂ, അടുത്തല്ലേ? ഇവിടുന്ന് ആൾക്കാർ പോകാറുണ്ട് അങ്ങനെ? 2.5 മണിക്കൂർ ഓടിയാൽ ഫസ്റ്റ് ഐലൻഡ്. അതിന്റെ പേരെന്ന് പറയുന്നുണ്ട് അവർ. പോകാൻ പറ്റുമോ? ഇവർക്കൊക്കെ പോകാൻ പറ്റുമോ? ഇവരൊക്കെ പോകാറുണ്ടോ? ഇപ്പോൾ പോകുന്നില്ല, ഒരു 10-20 വർഷമായി പോയിട്ട്. ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് വേണം, പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് വേണമല്ലേ? ഫ്ലൈറ്റിലേ പോകാൻ പറ്റുമോ? അല്ലാതെ പോകാൻ പറ്റില്ല. നമ്മുടെ ആൾക്കാർ മീൻ പിടിക്കാൻ പോകുമ്പോൾ അവിടെ പോകാറില്ലേ? ഇവരുടെ ഇവിടെ അതാണ് ഇവരുടെ ഫിയ ബിരിയാണി ഇവിടെ വന്നത്. ഇത് സ്പെഷ്യൽ ഇതാണ് ഇവരുടെ അല്ലേ? ഫിയ ബിരിയാണി. ഫിയ. ഓക്കെ ഓക്കെ. വീടുകളിലൊക്കെ ഉണ്ടാക്കും അല്ലേ? നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ഫിയ ബിരിയാണി പോരും. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഫിയ ബിരിയാണിയുടെ മസാല എത്തി നോക്കി. അച്ചാറ് ആദ്യം നമ്മുടെ മറ്റേ ആദ്യം നമ്മൾ വറുത്തെടുക്കുന്ന പോലെ ഉള്ളിയെ വറുത്തെടുക്കും. ഇനി ഇത് ചോറ് വന്നത് ഇത് എടുത്തിട്ട് കഴിക്കണം. ഇത് അതിൽ മിക്സ് ചെയ്ത് കഴിക്കണം. ഫിയ ബിരിയാണി ഒന്നായിരിക്കും, അങ്ങനെ വരത്തില്ല. അത് വേറെ സെയിം ആയിരിക്കും. ബിരിയാണി ഇതാ എത്തി. ഒരു സെക്കൻഡ്, ഒരു ഫോട്ടോ. ഇങ്ങനെയാണ് ഫിയ ബിരിയാണി വരുന്നത് കേട്ടോ. അച്ചാറ് അതുകൊണ്ട് അവനെടുത്തിട്ട് കഴിയുന്നുണ്ട് സാധനം. അതുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കും. ഫിയ ബിരിയാണി ഇങ്ങനെ എത്തി. ഇനിയിപ്പോൾ എനിക്ക് എല്ലാവർക്കും എത്തിയിട്ടുണ്ടോ? ചിക്കൻ പീസാണ്. ആ ചിക്കൻ ഇത് ശ്രദ്ധിക്കണേ, നമ്മൾ അറബിക് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നുണ്ടോ? ചിക്കനൊക്കെ ഉണ്ടോ? ചിക്കനൊക്കെ അങ്ങനെ 2 ചിക്കൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ കുറച്ച് ചോറിട്ടോ, ഏകദേശം റൈസ് ഇട്ടോ, ഏകദേശം. ഞാനും പരീക്ഷിക്കുകയാണ്. ബാക്കി മറ്റേ നല്ല വാട്ടിയെടുത്ത് ഉണ്ടോ? ബ്ലാക്ക് ടീ അല്ലേ? ബിരിയാണിയുടെ ഇതാണ് കഴിച്ചു കൊടുക്കുന്നത്. ഉള്ളി ഉണ്ടാക്കി നമ്മുടെ നാട്ടിലും ചെയ്യില്ല. ഉള്ളിക്ക് വില കൂടുതലുണ്ട്. ഇങ്ങനെ കൊടുക്കാൻ പറ്റും തോന്നുന്നില്ല. ചോറിന് ആവശ്യത്തിന് കൊണ്ടുവരാം. ഉള്ളി ഉള്ളി ചോറ് ഇതിന് കൂടുതൽ. ഒരു കാപ്പി എടുത്താൽ പിന്നെ ബ്ലാക്ക് ടീ. ഒരു കാപ്പി 3 ബ്ലാക്ക് ടീ.
റൈസൊക്കെ വാങ്ങിച്ചാൽ മതി. നല്ല നല്ല ഉണ്ട് റൈസ് ആവശ്യത്തിന് ഇങ്ങനെ എടുത്തിട്ട് വാങ്ങിച്ചാൽ മതി. നൈസുമായിട്ട് ഇഷ്ടപ്പെട്ടോ? കൊള്ളാവോ? ബിരിയാണി വെറുത്തു പോകൂല കേട്ടോ, വെറുപ്പിക്കത്തില്ല, നമ്മൾ വെറുക്കത്തില്ല ബിരിയാണി. ഇത് മിക്സ് ചെയ്താണ്ടോ ആ ഉള്ളി എടുത്ത് ആ ചോറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പ്രിപ്പറേഷനാണ് നമുക്ക് അറിയേണ്ടത്. ഏത് ഇത് മഹൽ ബിരിയാണി അല്ലേ? ബിരിയാണികൾ ഒരുപാട് പരീക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ മഹൽ ബിരിയാണി, മഹലല്ലേ, ഫിയ ബിരിയാണി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം പറഞ്ഞു തരാം, വേറെ ഒന്നുമല്ല, എനിക്ക് തോന്നുന്നു ബിരിയാണി റൈസ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷേ അതിൻ്റെ കൂടെ ആ ഉള്ളി വറുത്ത് വെച്ചല്ല, അത് കുഴച്ചടിക്കണം. അന്ന കട്ടൻ പോലും വെറൈറ്റി ആയിരുന്നു. അതിനകത്തും എന്താ പറയുക, ഒരു അറബിക് ഇത് രുചി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ചായ കുടിച്ചിട്ടുണ്ടോ? നമുക്ക് ചായ കുടിച്ചിട്ടുണ്ട്. ഇല്ല ഇല്ല, അതാണ് ഞാൻ എനിക്ക് ചോദിച്ചതല്ലേ. കുടിച്ചു ഇവിടെ ഒന്നും കിട്ടില്ല. നിങ്ങളുടെ ഇത് നമ്മുടെ ഊട്ടിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ ചായപ്പൊടി, അത് ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നില്ലേ? അതെ അതെ അതെ, പക്ഷേ ഇത് വേറെ ഒരു ഭയങ്കര ഇതില്ല. അത് ഇവിടുത്തെ സ്പെഷ്യൽ, ഇവിടുത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നത്. നാല് ഫിയ ബിരിയാണിക്ക് വന്നിട്ട് 715 രൂപയാണ് വാങ്ങിയത് കേട്ടോ. അത്ര ഗൂഗിൾ പേ ചെയ്താൽ അത്ര ഗൂഗിൾ പേ ചെയ്താൽ പോലെ. അപ്പം ഫിയ ബിരിയാണി കഴിച്ചു, ഇഷ്ടപ്പെട്ടു. പക്ഷേ 815 രൂപയായി 4 പ്ലേറ്റിന്. കൂടുതലാണെന്ന് എനിക്കറിയില്ല, കൂടുതലാണോ എന്ന് ഞാൻ പറയുന്നുമില്ല. എങ്ങനെ റേറ്റ് കൂടുതലാണോ കുറവാണോ? റേറ്റ് കൂടുതലേ കുറവാണ്. എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നില്ല. 190 ആണ്. 190 ഒരു പ്ലേറ്റിൽ 190. കൂടുതലല്ലെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിയ ബിരിയാണി ഉണ്ടല്ലോ. ഇനി ഞാൻ വീട്ടിൽ ചെന്നത് പരീക്ഷിക്കും കേട്ടോ, ഉറപ്പായിട്ടും കേട്ടോ. കട്ട ഇടാൻ പറ്റില്ല, പക്ഷേ ഫിയ ബിരിയാണി പരീക്ഷിച്ചിരിക്കും, അടിപൊളിയാണ് കേട്ടോ. ആഹാരം കഴിച്ച് ഓരെ പറഞ്ഞു വിട്ടു, നോക്കിക്കൊള്ളണം. ഈ എന്നെ ആഹാരം കഴിക്കാൻ ഇവിടെ ഈ മിനിക്കോയ് ദ്വീപിൽ കൊണ്ടുവന്നൊരു ചെത്തിലാത്തുകാരനെ നോക്കണം. പൈസ പോലും വാങ്ങിക്കാതെ ഇവിടുത്തെ സ്പെഷ്യൽ ഇത് ചെയ്യാൻ വേണ്ടി കപ്പലിലെ പരിചയമാണ്. നമ്മൾ നോക്കണം, ആ കപ്പലിലെ പരിചയം. ആ മനുഷ്യൻ ഇവിടെ സ്റ്റോക്ക്മാനാണ്, ഇവിടെ ഗവൺമെൻറ് ഇതിൽ സ്റ്റോക്ക്മാനാണ്. ആ മനുഷ്യൻ്റെ ഒരു ഇത് നോക്കി, ഈ ദ്വീപ് ഇങ്ങനെയാണ്, ഈ മനുഷ്യൻ ഇങ്ങനെയാണ്. കൊണ്ടുവന്ന് ആഹാരം വാങ്ങിച്ചു നോക്കും, ആ ടേസ്റ്റ് അറിഞ്ഞ് തിരിച്ചു വിടും. അപ്പോൾ അവിടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ പറ്റുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നന്മയുള്ള ഇടയ്ക്കൊക്കെ ഇവിടെ വന്നു പോകുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഇത് തന്നെയാണെന്ന് കരുതട്ടെ. ഇവിടെ പറയുന്നു കടലാണ്.